ഹലോ, തുമ്പ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പേരാണ് നീലാംബരി. ഈ ചെടിയുടെ ഉപയോഗത്തെ ആധാരമാക്കി ഇതിനെ ആയുർവേദം കേശൌഷധങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു. ഇവ സമതല പ്രദേശങ്ങളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്നു. 1.5 മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളോടുകൂടി വളരുന്ന കുറ്റിച്ചെടിയാണ് നീലാംബരി. കമ്പി പോലുള്ള തണ്ടും ധാരാളം ശിഖരങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. പത്രകങ്ങൾ സാധാരണ 9 എണ്ണം കാണും. ഇവ ചെറുതും നീല കലർന്ന പച്ച നിറത്തോടു കൂടിയതുമാണ്. ഇതിൽ പൂങ്കുലകൾ ധാരാളമായി ഉണ്ടാകുന്നു. പൂങ്കുല വൃന്ദത്തിന് ഇലകളേക്കാൾ നീളം കുറവായിരിക്കും. പൂക്കൾ വളരെ ചെറുതും ഇളം ചുവപ്പ് നിറത്തോടു കൂടിയതോ ചിലപ്പോൾ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തോടു കൂടിയതോ ആകാം. നീലാംബരിയുടെ കായ്ക്ക് 4 സെൻറ്റിമീറ്റർ നീളം വരും. ഒരു കായുടെ ഉള്ളിൽ 10 മുതൽ 12 വരെ വിത്തുകൾ കാണും. പക്വഫലത്തിന് കടും തവിട്ട് നിറമാണ്. നീലാംബരിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് 10 മില്ലി വീതം അല്പം തേനും ചേർത്ത് ദിവസം 2 നേരം കഴിക്കുന്നത് മഞ്ഞപ്പിത്തം, പ്ലീഹയ്ക്കുള്ള വീക്കം എന്നിവ ശമിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. വിഷജന്തുക്കൾ കടിച്ചാൽ നീലാംബരി സമൂലമെടുത്ത് അരച്ച ലേപം മുറിവിൽ പുരട്ടുകയും ഇലയുടെ നീര് കുടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. പല്ലി വിഷത്തിന് നീലാംബരി വേര്, കടുക്കമൂലി വേര്, നറുനീണ്ടിക്കിഴങ്ങ് ഇവ പാലിൽ സേവിക്കുന്നത് ഉത്തമമായിരിക്കും. നീലാംബരിയുടെ ഇല ഉണക്കിപ്പൊടിച്ച് ഹെയർ ഡൈ ആയി ഉപയോഗിക്കാം. നീലാംബരിയുടെ ഇല വെളിച്ചെണ്ണയിൽ ചൂടാക്കി ഹെയർ ഓയിൽ ഉണ്ടാക്കാം. സ്ഥിരമായി ഉപയോഗിച്ചാൽ മുടിവേരുകൾ ശക്തമാകുകയും മുടി കട്ടിയുള്ളതും നാച്ചുറൽ തിളക്കവും നിലനിർത്തുന്നു. ഇല അരച്ച് പേസ്റ്റാക്കി ചർമ്മത്തിൽ പുരട്ടിയാൽ ചൊറിച്ചിൽ, ചെറിയ അണുബാധകൾ, പാടുകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. അകാലനരയും മുടി കൊഴിച്ചിലും താരനും മാറാൻ നീലാംബരി ഉത്തമമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. താങ്ക് യു.